അനുകമ്പ തുടങ്ങിയ മൃദുല വികാരങ്ങൾ ഫില്ല് ചെയ്യണം. അതൊക്കെ ക്ലാസ്സിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അത് ഫില്ല് ചെയ്യുമ്പോൾ അത് വളം ഇട്ട് കൊടുക്കുക. അതിനാണ് മന്ത്രം. വളം ഇട്ട് കൊടുക്കണം. അപ്പം അകത്ത് അത് പെറ്റുപെരും. അങ്ങനെ ശാന്തത കൈവരും. അറിയില്ലോ? അപ്പം എന്താ വളം ഇടുന്നത്? അതാണ് താഴെ കാണുന്ന ഷഡ്സമ്പത്തി. ഷഡ്സമ്പത്തി അതാണ് വളം. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നേരത്തെ 10 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. അപ്പം ഇവിടെ ഷഡ്സമ്പത്തിൽ നിന്ന് വരും ഇന്ദ്രിയ നിയന്ത്രണം, മനസ്സിനെ നിയന്ത്രണം, ഏകാഗ്രത, പിന്നെയോ തിദിക്ഷ, എല്ലാം ചെയ്യിക്കേണ്ട കഴിവ്, ശ്രദ്ധ, സമാധാനം, ഇങ്ങനെ 6 ഗുണങ്ങളൊത്തതാണ് ഷഡ്സമ്പത്തി. ഇത് ക്ലാസ്സിലൊക്കെ വളരെ നന്നായിട്ട് വിശദീകരിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ക്രമേണ പഠിച്ച് ഉള്ളിലിരിക്കുന്ന ആ പ്രാണനെ നമ്മൾ അഭ്യാസം, നമ്മൾ ക്ലാസ്സിൽ അഭ്യസിപ്പിക്കും. അഭ്യാസം കൊണ്ട്, പഠനം കൊണ്ട് അറിയാൻ പറ്റും. വിളിച്ചു പോയി പറയും. ഇവിടെ ഇരിക്കുന്ന പ്രായത്തിൽ നമ്മനാണ് എൻ്റെ അടുത്ത് കൂടുതലിരിക്കുന്നത്. അവരെ വിളിച്ചു പോയി പറയും. അവൻ സാറേ ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ അനുഭവിച്ചു. വിളിച്ചു പോവും. മനസ്സിലായോ? നിങ്ങൾ തള്ളാണെന്ന് ഒരിക്കലും കരുതരുത്. ഇതല്ല കാണിച്ചു തരാം അടുത്ത കാര്യം. എന്നിട്ടോ മറിച്ച് നമ്മുടെ മനസ്സിനെ പിശാചിന് വസിക്കാൻ, പൈശാചിക ശക്തിക്ക് ചിന്തയ്ക്ക് മേയാൻ സ്ഥലമൊരുക്കി കൊടുത്താലോ? ചിന്തിച്ചു. അപ്പം മനുഷ്യനാകത്തോളം കാലം അവിടെ ഒരു അദൃശ്യ ശക്തി, അഥവാ ഈ പ്രകൃതി ദുഃഖങ്ങളായി ദുരിതങ്ങളായി നമ്മളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ദുരിതം പഠിക്കും, ദുഃഖം പഠിക്കും, ഈ ദുഃഖത്തിൽ നിന്നും പഠിക്കും. അപ്പോൾ നമ്മൾ കുറേ തല്ല് കിട്ടുമ്പോൾ സാമന്താനം ഭേദം കണ്ടോന്നല്ലേ, കുറേ തല്ല് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഇനിയെങ്കിലും ശരിയാവാം. അപ്പോൾ ഉണരാതെ മാറാതെ മറ്റൊരു മാർഗമില്ല. ഇനി ഇത് പഠിക്കുമ്പോൾ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ കുരങ്ങനൊരു സാധനം എടുക്കാൻ വേണ്ടി പോവുക. എന്നിട്ടോ ഇത് മർക്കട മുഷ്ടി എന്ന് ഞാൻ പറയും. കുരങ്ങനെ പിടിക്കേണ്ട വിദ്യയാണ്. കുരങ്ങനെ പിടിക്കാൻ ഈ സാധാരണ തെങ്ങ് കരിക്കായിട്ട് കൊടുക്കുന്നത്, കരിക്കിട്ടു. അപ്പം കരിക്ക് തുരന്ന് കൈ അങ്ങോട്ട് അകത്ത് കടത്തിയിട്ട് ആ മസാല എല്ലാം കൂടെ വലിച്ചു പിടിക്കും. മുഷ്ടി, കാരണം ഇത് പുറത്തോട്ട് വരത്തില്ല. പിന്നെ അതൊന്നും കഴിക്കാതെ അവിടെ ഇരുന്ന് അസ്തപ്രജ്ഞനായി മരിക്കും. അങ്ങനെയാണ് ഈ കുരങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ കുരങ്ങനെ എന്തുകൊണ്ട് കാണിച്ചു? മർക്കട മുഷ്ടി എന്നുള്ള സംഗതി വന്നത് 1000-1500 വർഷങ്ങൾ പഴക്കമുള്ള മൂരാച്ചി സമ്പ്രദായങ്ങളും ആശയങ്ങളുമായിട്ട് ഞാനിങ്ങനെ മൽപ്പിടുത്തം നടത്തി നമ്മളൊരു പരുവമാണ്. എന്നാൽ മാറില്ല. നമ്മൾ മൂരാച്ചി സമ്പ്രദായങ്ങൾ മാറത്തില്ല. മർക്കട മുഷ്ടി പിടിച്ചതിൽ തന്നെ, അതിലിരുന്ന് മയ്യത്താവും, മരിക്കും. ഏതൊരാശയത്തിലാണോ താല്പര്യം കൂടി വന്നിരിക്കുന്നത് ആ ആശയത്താൽ നമ്മൾ മരിക്കും. അപ്പം മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞിട്ട് പോയത് അത് വരിക. മാറിയാലേ പറ്റത്തില്ല. ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 മിനിറ്റ് നോക്കാം. ഇവിടെ ശില്പി വിഗ്രഹം കാണിച്ചിരിക്കുക. അപ്പോൾ ഒരു ശില്പി വിഗ്രഹം കൊത്താൻ വേണ്ടി ഒരു ശിലയിലെടുത്തു. അടുത്ത് പോയി ഒരു ശിലയിൽ കൊണ്ട് കൊത്തിയപ്പോൾ ആ ഉളിയെ തെറിപ്പിച്ചു ആ ശില. അപ്പോൾ എന്നെ കൊത്തരുത്, നീ മറ്റേ ശിലയെ പോയി കൊത്തി. അപ്പോൾ അയാൾ അതിനെ വെട്ടിട്ട് നേരെ മറ്റേ ശിലയിൽ കൊത്തി ഒരു നല്ലൊരു വിഗ്രഹം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കൊത്തരുത് എന്ന് പറഞ്ഞ ശിലയെ കൂടെ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് പടിയാക്കി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ. ഇവർ രാത്രി തമ്മിൽ സംസാരിക്കുക. വിഗ്രഹവും ഈ പടിയും തമ്മിൽ സംസാരമാണ്. 2 ശിലകളും തമ്മിൽ സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? നിനക്ക് അഭിഷേകം ചെയ്യുന്നു, നിനക്ക് പൂജ ചെയ്യുന്നു, നിന്നെ ആരാധിക്കുന്നു. എന്താ നിൻ്റെ ഒരു മഹത്വം? എന്നെ പലരും ചവിട്ടുന്നു, പലതും ഉപേക്ഷിക്കുന്നു, എന്നെ ചവിട്ടിയാണ് പലരും നിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അത് കൊടുത്ത മറുപടി, വിഗ്രഹം കൊടുത്ത മറുപടി, നോക്കൂ, അങ്ങയുടെ കൃപ കൊണ്ട് ഭക്തന്മാരിവിടെ വരുന്നുണ്ട് എന്നെ നമസ്കരിക്കാൻ വേണ്ടി. അങ്ങയുടെ കൃപ കൊണ്ട് നമുക്ക് അവിടെ വിനയം കൊടുക്കുക ചെയ്തു. അവികാരം വിനയം തൊട്ട് തീണ്ടാത്ത ഇത് വെറു എന്നെ തൊടരുത്, എന്നെ തൊട്ടാൽ ഭൂകമ്പം ഉണ്ടാകും.
ക്ലാസ്സിൽ പഠിക്കാനൊക്കെ വന്നിട്ട് എന്നെ തൊടരുത്. അപ്പോൾ കുഴപ്പമില്ല, മാറില്ല. ശില്പിയുടെ അടുത്ത് നിന്നു കൊടുക്കണം. അപ്പൊ ശില്പി ആവശ്യമില്ലാത്ത പാത്രങ്ങളെല്ലാം കൊത്തി റെഡിപ്പെടുത്തി മാറ്റിക്കളഞ്ഞ് മനോഹരമാർന്ന ആദരവാർന്ന ഒരു വിഗ്രഹമാക്കി മാറ്റും. നിന്നു കൊടുക്കണം. ചൊറച്ചിലതിലേക്ക് വരും. എന്നിൽ ഉറഞ്ഞിരിക്കുന്ന കാമക്രോധാദികളൊക്കെ കണ്ടുപിടിച്ച് കാണും. നിനക്ക് ഇത് കുഴപ്പമുണ്ട്, മാറ് മനുഷ്യ, മാറ്, ഇത് മാറ്റ്. മാറിയാലേ ഇത് നന്നാവൂ. ഇല്ല എന്നെ തുടരരുത്. അവിടെ ഇരിക്കുകയുള്ളൂ, മാറില്ല. പടിയാ, ചോട്ട് പടിയാ. മറ്റതോ മാറിക്കൊടുത്തു, കൊത്തിക്കൊള്ളു, ഇഷ്ടംപോലെ കൊത്തിക്കൊള്ളു, മാറി ആദരവാദം. അങ്ങനെ അതാണ് വേദാന്ത പഠനം. ചിട്ടയായ പഠനം, ക്രമമായ പഠനം, സംശയമില്ലാതുള്ള പഠനം, ഫലം നിങ്ങളുടെ ലക്ഷ്യം, ടാർഗറ്റ്, ഇതാണ് ടാർഗറ്റ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ദുഃഖനിവൃത്തി, പരിപൂർണ തൃപ്തി, ആത്യന്തിക സുഖം, കംപ്ലീറ്റ് സുഖം. അതെ, ഇതെല്ലാം ബോംബെക്കാരാണ്. ഇവിടെ നാട്ടിലുള്ള ഒരാരുമില്ല. ഇതാണ് എൻ്റെ സ്റ്റഡി ഗ്രൂപ്പ്. ഇത് പരിമിതമായ ഫോട്ടോയേ ഉള്ളൂ, എല്ലാ സ്റ്റഡി ഗ്രൂപ്പുകാരും ഇല്ല, കുറച്ച് സ്റ്റഡി ഗ്രൂപ്പ്. ഇതിൽ ഏറ്റവും സീനിയർ ബാച്ചാണ് ഇടതുവശത്തെ ഭാഗമായി. അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്യും. നടുക്ക് ഒരു ഗ്രൂപ്പ് ഈ ഇടയ്ക്കെടുത്ത കഴിഞ്ഞ നവംബറിലെടുത്തൊരു ഫോട്ടോയാണ്, ജൂണിലെടുത്തൊരു ഫോട്ടോയാണ്. സ്വാമിജി ചേർന്ന് സ്റ്റഡി ഗ്രൂപ്പെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു സമ്മേളനത്തിൽ തൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു രീതി. സ്വന്തമായി വ്യാഖ്യാനിക്കും, സ്വന്തമായി പ്രസംഗിക്കും, സ്വന്തമായി വാചകങ്ങൾ പഠിക്കും, കുടുംബം ആടിക്കുളിയായിരിക്കും. സുഗമമായി വ്യക്തിത്വങ്ങളുടെ ഉടമയാണ് എല്ലാവരും. അപ്പം ഇങ്ങനെ പഠിക്കുവാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിങ്ങൾ തുടങ്ങി, പുതിയ ബാച്ച് തുടങ്ങി, അടുത്ത ബാച്ചിലേക്ക് വരാം. ഇവിടെ ഇരിക്കുന്ന പഠിതാക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ